சொல்லுங்க கர்ணனை கையோட கூட்டி வாருங்க அவனை கண்டா வர சொல்லுங்க கர்ணனை கையோட கூட்டி வாருங்க கண்டா வர சொல்லுங்க. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനാണ് നിങ്ങളുടെ സ്വന്തം ബാബു ഗെയിമർ. ഇനി ഈ ദിവസം അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതിന് അന്ന് തന്നെ നമ്മളൊരു ബസ് ഇറക്കാണ്. ബസ് ഇറക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ തമിഴ്നാട്ട് പ്രകാശ് എന്നാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. പിന്നെ അവിടേക്ക് പോകുന്ന വീഡിയോകളും വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ നിങ്ങൾ കാണുന്ന ഈ ഫോർച്യൂണർ ഇല്ലേ, അത് അത്യാവശ്യം മോഡിഫൈഡ് ചെയ്ത ഫോർച്യൂണറാണ്. നമുക്ക് അതിൻ്റെ അകത്താണ് പോകാനുള്ളത്. അപ്പം നമുക്ക് നേരെ പോവാം. വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചേ. ബ്രേക്കൊക്കെ കുറവാണ്, എന്നാലും വേഗം കത്തിച്ച് വിടണം. നമുക്ക് പെട്ടെന്ന് ബസ്സിൻ്റെ പണിയൊക്കെ തീർത്തിട്ട് വേഗം പോവാണ്. ഗൈസ്, നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ച് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കാം. വേഗം പോകണം, കാരണം എനിക്ക് ബസ് എടുത്തുകൊണ്ട് ഇനിയും നമുക്ക് തോന്നെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഇനി ഇവിടുന്ന് ഇനി 35 കിലോമീറ്റർ അറ്റുണ്ട് ഗൈസ്. നമ്മളിത് വേഗമേ പോകുന്ന എഡിറ്റ് ചെയ്തിട്ട്. ബ്രേക്ക് ഏതെങ്കിലും വണ്ടിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ആംബുലൻസ് എടുക്കേണ്ടി വരും. പറ്റുന്ന അത്ര സ്പീഡിൽ നമ്മൾ തമിഴ്നാട്ട് ബോർഡർ എത്തി ഗൈസ്. ഇനി ഇവിടുന്ന് വെറും 5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിവിടെ എവിടെയാണ് വണ്ടി വെച്ചതെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എവിടെയും നോക്കണം. എന്നിട്ട് നമ്മളെ ഫോർച്യൂണർ ബായി എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ ഇവിടെയുള്ള റിസോർട്ടിൽ താമസിക്കും. എവിടെയായിരിക്കും? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എന്നാ കമന്റ് അടിക്ക്. ഇവിടെ എവിടെയാണ് എന്നാണ് ബസ് നിർത്തി വെച്ചത് ഗൈസ്. ഇത് അവിടെ എവിടെ എടുത്തെത്തി. നമ്മള് ഇവിടുന്ന് നേരെ പോവാണ്. നമ്മളോട് പറഞ്ഞ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകാനാണ്. കാരണം അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല. കാറ് അവിടെ നിർത്തരുത്. അവിടെ ഫുള്ള് ബസ്സിന്റെ പെയിന്റും ആ പണിയൊക്കെ അതിനോണ്ട് പെയിന്റ് അടിക്കല്ല, ബോർഡിന്റെ ഷോപ്പ് അതിനോട് അവിടെ നിർത്തരുത് നടക്കണ്. 5 കിലോമീറ്റർ ഇവിടെ എടുത്താണ്. ഞാൻ വിചാരിച്ചു ഇവിടെ എടുത്തിട്ടായിരിക്കും. ഇത് ഇത്ര തോന്നുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഏകദേശമൊക്കെ സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് അങ്ങോട്ട് വളച്ചെടുക്കാം. അതാ ഇവിടെ പാർക്ക് ചെയ്യാനാ പറഞ്ഞത്. ഈ സൈഡിൽ ഈ പെയിന്റ് ഷോപ്പ് പാർക്ക് ചെയ്യണം. നമുക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം. ഈ സൈഡിലേക്ക് പാർക്ക് ചെയ്യാം. പെയിന്റ് പീടികയിൽ പാർക്ക് ചെയ്യാൻ കഴിയാൻ നോക്കാം. ഇവിടെ ബസ് ഇവിടെ നിർത്തണ്ട ഗൈസ്. ഇവിടേക്ക് ബസ് വരാനുള്ള നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്തതിനുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകണം. നമ്മളെ ഫോർച്യൂണർ അടിപൊളി ഫോർച്യൂണർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അങ്ങ് അടിക്കുക. നമുക്ക് കാറിന് പുറത്തിറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ബസ് എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് നടന്നു പോവാണ്. ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ബസ് എന്തായാലും നല്ല ബസ്സായിരിക്കും. പിന്നെ ഇറക്കുമ്പോൾ അതിന് നല്ല ബസ്സൊക്കെ ഇറക്കണ്ടേ. നമുക്ക് ബസ്സിന് പേരൊക്കെ ഇടണം ഒക്കെ നോക്കാം. ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം. ഗൈസ്, അപ്പം നമുക്ക് ഇവിടുന്ന് ഇത്തിരി കൂടി അങ്ങോട്ട് നടക്കണം. ഇത് ചെറിയ ലാഗ് ഉണ്ടാവും. ഒക്കെ നിങ്ങളൊന്നും സീനാക്കണ്ട. നമുക്ക് ഇവിടുന്ന് നേരെ പോവാനാ പറഞ്ഞത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ചെറിയൊരു സെഡോം ബോഡിന്റെ പ്രകാശിന്റെ ഷോപ്പ് കാണാം പറഞ്ഞു. അപ്പം നമുക്ക് ആടുന്ന് ബസ് ഇറങ്ങണം.
Z1V3 ബോഡിയാണ്. നമുക്ക് പിന്നെ ZS3 എടുക്കണം, Z-Wagon ഇറക്കണം. അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇറക്കാൻ പറ്റൂ. പിന്നെ അടുത്ത നിങ്ങൾ ഏത് ബസ്സാണ് ഏത് ലോറിയാണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന വണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ബൈക്കാണെങ്കിൽ ബൈക്ക്, ഓട്ടോറിക്ഷ ആണെങ്കിൽ ഓട്ടോറിക്ഷ, KSRTC ആണെങ്കിൽ KSRTC, ഏത് വേണമെങ്കിൽ എടുക്കും ഗൈസ്. ഒക്കെ നിങ്ങളെ കമൻറ്റ് അടിക്കുന്ന പവർ എത്രയാണോ നിങ്ങൾ ആരാണോ അധികം ഒരു കമൻറ്റ് ഇടുന്നത് നമ്മൾ അത് തന്നെ ആയിരിക്കും എടുക്കുക. എൻ്റെ മോനെ ഗൈസ്, അതാണ് നമ്മളെ ബസ് പോയേക്കാം എടുക. വിഷയാക്കി വെച്ചിക്ക് ഗൈസ്. വാവ്, ക്രാഷ് കാർഡൊക്കെ വെച്ചിക്കല്ലോ ഗൈസ്. ഇനി ബസ്സിന്റെ ചുറ്റൊന്ന് പോയേക്കാം. ഇടുക. ബസ് എന്താ അടിപൊളിയാക്കി. ഇനി ഇമല് ലൈറ്റ് വർക്കും മെയിൻ വർക്കൊക്കെ ആകുമ്പോ മൂടാവും ഗൈസ്. മോനെ വണ്ടീന് മുമ്പോക്ക് ലൈറ്റ് വർക്കൊക്കെ ചെയ്യാനുള്ള സംഭവം അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വണ്ടീന്റെ ഇന്റീരിയർ ഒക്കെ നോക്കണം. ഇന്റീരിയർ നോക്കിയിട്ട് ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബസ് ഇഷ്ടപ്പെട്ടോ ഇല്ല നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അതേപോലെ ZS3 ഒരു വണ്ടി ഇറക്കണം. എല്ലാവരും ഇപ്പൊ ZS3 ആണ് ഗൈസ് ഇറക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ZS3 ഇറക്കണം ഗൈസ്. ഇതാണ് വണ്ടീന്റെ ഇന്റീരിയർ. വാവ് ഗൈസ്, നമുക്ക് അശോക് ലൈലാൻഡിന്റെ സ്റ്റിയറിംഗ് ഒക്കെ മൂഡ് ഗൈസ്. ഓക്കെ, ഡോറൊക്കെ തുറന്നിട്ടുണ്ട് ഗൈസ്. അതാ മുമ്പിൽ തൂങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനിയും പണിയൊക്കെ വരുന്ന തോന്നുന്നു. നമുക്ക് ഇവിടെ കുറച്ച് അപ്പുറത്തേക്കുണ്ട്. അയൻപറി കിട്ടും വണ്ടി. കുറച്ച് അപ്പുറത്താണ് ഉള്ളത്. മറ്റേ പെയിന്റിങ്ങിന്റെ ഷോപ്പും ലൈറ്റിന്റെ ഷോപ്പൊക്കെ അവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാറ് വർക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞില്ല ബസ് വരാണ്ട് അവിടെ തന്നെ. പിന്നെ ബായി വിളിച്ചു പറഞ്ഞ് കാർ എടുത്ത് കൊണ്ടേക്കും. ജസ്റ്റ് മിസ് ഇപ്പൊ തട്ടിയില്ല കേട്ടോ. തട്ടിയില്ല. ഭാഗ്യം. ഇല്ലെങ്കിൽ ബസ് ഇറക്കുന്ന അന്ന് തന്നെ മൂഞ്ചി പോയിണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. നമുക്ക് ഇവിടുന്ന് വളച്ച് വെക്കേണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് വളച്ചിട്ട് ബാക്ക് ആക്കി വെക്കാം. അതായിരിക്കും നല്ലത്. ഇതാ ഈ റൈറ്റ് കണ്ട ചെറിയ ഷോപ്പ് നമ്മൾ ആദ്യം കാർ നിർത്താൻ നോക്കി. ഇതാ ഇവിടെ തന്നെ. ജസ്റ്റ് നമുക്ക് വളയ്ക്കാം. മുമ്പോട്ട് എടുത്തിട്ട് പിന്നെ മരത്തിന്റെ മുമ്പ് കൂടെ വളച്ചിടുക. മരത്തിനും തട്ടിലേക്ക്. തട്ടില്ല. ജസ്റ്റ് മിസ്. വണ്ടിക്ക് നമ്മൾ പ്രത്യേകം ഗൈസ് എമിനിപ്പോ തട്ടിണ്ടെങ്കിൽ എമിനീനെ ജെമിനി ആക്കിയു ഞാൻ. ജസ്റ്റ് മിസ്സിന് എമിനി രക്ഷപ്പെട്ടു. ഞാൻ എമിനിന്ന് വിളിക്കുന്നത് കളിയാക്കിട്ടാട്ടോ. ഒമിനി എന്നാണ് എനിക്കറിയാം. നമുക്ക് ഇവിടുന്ന് ബാക്ക് എടുക്കണം. അത് ഈ ലോറി ബസ്സൊക്കെ പോട്ടെ. ഓക്കെ, നമുക്ക് മുമ്പോട്ട് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടാക്കി നല്ലപോലെ വെക്കാം. നമ്മളെ ഡ്രെയിൻ സീറ്റിന്റെ അവിടെ ക്യാമറ ഉണ്ട്, ബാക്ക് ക്യാമറ ഉണ്ട്. പക്ഷെ എന്നാലും ബാക്ക് ക്യാമറ ചെറിയ ലാഗ് ഉണ്ട്. ഒക്കെ നമുക്ക് ബസ്സിന് സ്റ്റിക്കർ അടിക്കുമ്പോ ഒക്കെ പറയണം. ഇതാ ഇവിടെയാണ് പെയിന്റിങ് ഷോപ്പ്. ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് സ്റ്റിക്കർ വർക്കും ലൈറ്റ് വർക്കും ഒക്കെ ചെയ്ത് വരും. ഇവിടെ ഓക്കെ, ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ബസ്സിന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞുതരാം ഗൈസ്. ബസ്സൊക്കെ നമ്മൾ അടിപൊളിയാക്കും. ബസ്സിന്റെ പേര് എന്താ ഇടേണ്ടത് നിങ്ങൾ കമന്റ് ചെയ്യുക. നല്ലൊരു പേര് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം ബസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക, ബെല്ലൈക്കണൊക്കെ അടിച്ചങ്ങ് പൊട്ടി. சொல்லுங்க